1,00,000 രൂപ ഒരു അത്യാവശ്യ കാര്യത്തിന് എടുക്കേണ്ടി വന്നതിനാൽ നിങ്ങളിൽ എത്ര പേരുടെ കയ്യിലതുണ്ടാവും? ഉള്ളവരൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പേടിക്കണ്ട, കടം ചോദിക്കാനൊന്നുമല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോറിക്ഷക്കാരനായ ഒരച്ഛൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞുനാൾ മുതൽ ദിവസേന 10 രൂപ വീതം വാങ്ങി കുടുക്കയിലിട്ട് 1,00,000 രൂപ സമ്പാദിച്ച കുട്ടിയുടെ വാർത്തയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ ദിവസേന ഒരു 22 രൂപ വീതം ഇതുപോലെ സേവ് ചെയ്യുകയാണ് എങ്കിൽ, ഒരു കുടുക്കയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു കുട്ടി +2 എത്തുമ്പോഴേക്കും 1,00,000 രൂപ അവരുടെ കയ്യിൽ സമ്പാദിച്ചിട്ടുണ്ടാവും. ഇതുപോലൊരു നിക്ഷേപം വലിയവരായ നിങ്ങൾക്കും ജോലി കിട്ടിയ നാൾ മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ നീക്കിയിരിപ്പുണ്ടായേനെ. പക്ഷേ പണം ഇങ്ങനെ കയ്യിൽ നീക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ മൂല്യം കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിൽ അത് നിക്ഷേപിക്കണം. അപ്പോൾ അതിനൊരു സുവർണ അവസരവുമായിട്ട് നമ്മുടെ HDFC ലൈഫ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതാണ് HDFC ലൈഫിൻ്റെ ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട്. ഇതൊരു ഫ്ലെക്സി ക്യാപ് ഓൾ സീസൺ ഫണ്ടാണ്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമല്ലോ, ഈ ഒരു സമയത്ത് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയ നല്ലൊരു ഫണ്ടാണിത്. മാസം ഒരു 2,000 രൂപ എന്ന തോതിൽ നമുക്ക് നിക്ഷേപിക്കാം. വില 10 രൂപയാണ്. മാർച്ച് 16 വരെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക. അപ്പോൾ നിക്ഷേപിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. ഇത് മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നമ്മളൊരു 5 വർഷം മുതൽ 10 വർഷം വരെ തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നു. 15 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമുക്ക് ബാങ്ക് റിട്ടേണിനേക്കാൾ കൂടുതൽ റിട്ടേൺ സാധ്യതയുള്ളൊരു ഫണ്ടാണിത്. ഇത് IRDA റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടായതുകൊണ്ട് തന്നെ തട്ടിപ്പാണോ എന്നുള്ള സംശയവും പേടിയൊന്നും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് മെച്യൂരിറ്റിയിൽ 100% ഗ്യാരണ്ടി ലഭിക്കും. നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഒരിക്കലും നഷ്ടപ്പെടില്ല. മാർക്കറ്റ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഫണ്ട് HDFC ലൈഫ് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലുള്ള ഓഹരികൾ നിക്ഷേപിക്കുകയും മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയങ്ങളിൽ ലാർജ് ക്യാപ്പ്, അതുപോലെ കടപ്പത്രങ്ങളിൽ ഇതിലൊക്കെ നിക്ഷേപിച്ചിട്ട് റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. HDFC ലൈഫിൻ്റെ തന്നെ ഡിസ്കവറി ഫണ്ടില്ലേ, അത് ലാസ്റ്റത്തെ 5 വർഷം 27.4% CAGR റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ലോഞ്ചിങ് പീരീഡ് തൊട്ട് ഇതുവരെയും അത് 23.2% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അടുത്ത HDFC ലൈഫ് പുറത്തിറക്കിയ അവരുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ടില്ലേ, അത് 25.6% റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിക്ഷേപത്തിൽ നിന്നുള്ള ഈ ഒരു ലാഭം മാത്രമല്ല കേട്ടോ, മറ്റു ചില ബെനിഫിറ്റുകൾ കൂടി ഈ ഒരു പ്ലാനിനുണ്ട്. നമ്മൾ മാസം തോറും അടക്കുന്ന തുകയ്ക്കും അതുപോലെ മെച്യൂരിറ്റി ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ വലിയ തുകയ്ക്കും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഫോം 80C പ്രകാരവും 1010D പ്രകാരവും ടാക്സ് ബെനിഫിറ്റ്. ഇതുകൂടാതെ മാസം തോറും അടക്കുന്ന തുകയുടെ 120 ഇരട്ടി ഇൻഷുറൻസ് കവറേജ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപകനും മരണപ്പെടുകയാണെങ്കിൽ 120 ഇരട്ടി ഇൻഷുറൻസ് കവറേജ് അയാളുടെ നോമിനിക്ക് കിട്ടും. ഇത് കൂടാതെ പിന്നീടുള്ള പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി തന്നെ അടയ്ക്കും. എന്നിട്ട് മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്യൂരിറ്റി തുകയിൽ അത് നോമിനിക്ക് കൈമാറുകയും ചെയ്യും. ഇതൊന്നും വേറെ ഒരു നിക്ഷേപത്തിലും നമുക്ക് കാണാനാവില്ല. നമ്മളൊരു ബാങ്കിൽ ക്യാഷ് ഇട്ടാൽ നമുക്ക് 6 അല്ലെങ്കിൽ 7% റിട്ടേൺ തരിക. എന്തായാലും അതിനേക്കാളേറെയൊക്കെ നമുക്ക് റിട്ടേൺ സാധ്യതയുള്ളൊരു ഫണ്ടാണിത്. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് 5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ നിക്ഷേപിക്കുന്നു. അതിനുശേഷം ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാപിറ്റൽ അവിടെ സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ ഫണ്ടിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ പോയിട്ട് നിങ്ങൾ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മലയാളി തന്നെ നിങ്ങളെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരും. അപ്പോൾ പ്രത്യേകം ഓർക്കുക, മാർച്ച് 16 വരെയാണ് ഇതിൽ നിക്ഷേപിക്കാനുള്ള അവസരം.